ഇടുക്കി നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. പൈനാവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ 16 മുറികൾ പെൺകുട്ടികൾക്കായി വിട്ടുകൊടുക്കും. ആൺകുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് ജീവനക്കാർ താമസിക്കുന്ന സ്ഥലം വിട്ടു നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുന്നു. അത് പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഏകദേശം 32 റൂമുകളുണ്ട്. ഒരു 16 റൂമുകൾ അവിടെ കൂടുതലായിട്ട് നമുക്ക് ഈ കുട്ടികളുടെ അക്കോമഡേഷന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ധാരണ ഇന്നായിട്ടുണ്ട്. അപ്പോൾ 16 റൂമുകളിൽ ഏകദേശം 3-4 സ്റ്റുഡൻസ് വെച്ച് 64 കുട്ടികളെ നമുക്ക് അവിടെ പൈനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെഡിക്കൽ കോളേജിലെ മറ്റ് ജീവനക്കാർ താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സുകൾ അപ്പോൾ ഒഴിയും, 2 മാസത്തിനകം ഒഴിയും. അപ്പോൾ അവർ NGO ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ അവരുള്ള PWD ക്വാർട്ടേഴ്സിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ഒരു 10-12 മെയിൽ സ്റ്റുഡൻസിനെ അവിടത്തേക്കും താമസിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുട്ടികളുടെ ഹോസ്റ്റലിലെ പ്രശ്നം ഈ രീതിയിൽ പരിഹരിക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഇടുക്കി ജില്ലാ കളക്ടറാണ് സംസാരിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരം ഫലം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. CPIMന്റെ ജില്ലാ സെക്രട്ടറി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് ജില്ലാ കളക്ടർ ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിനിധികളും അതുപോലെ തന്നെ PTA പ്രതിനിധികളും ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിലാണ് ഈ ഹോസ്റ്റലുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. നിലവിൽ 94 പെൺകുട്ടികൾ ഒരു പഴയ സ്കൂൾ കെട്ടിടത്തിൽ ഒരുക്കിയ ക്ലാസ് മുറികളിൽ ഒരുക്കിയ ഹോസ്റ്റലിലാണ് തിങ്ങി ഞെരുങ്ങി കഴിയുന്നത്. അത് മാറും. എന്തായാലും പൈനാവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ചില മുറികളും ഈ നഴ്സിംഗ് കോളേജിലെ കുട്ടികൾക്ക് കൂടി നൽകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. പുതിയ ബാച്ച് വരുമ്പോഴും ഈ പ്രശ്നം വലിയ കാര്യമായി ബാധിക്കില്ല എന്നുള്ളതാണ്, നിലവിലെ പ്രശ്നം കാര്യമായി ബാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.